കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വളരെ കടുത്ത വിമർശനവുമായി മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി രംഗത്ത് വന്നു. തൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഒരു അനുശോചന യോഗം വിളിക്കാൻ പോലും കോൺഗ്രസ് പ്രവർത്തക സമിതി തയ്യാറായില്ല. KR നാരായണൻ്റെ നിര്യാണത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അനുശോചന യോഗം ചേർന്നതായി പിതാവിൻ്റെ ഡയറി കുറിപ്പിലുണ്ട്. എന്തുകൊണ്ട് വിവേചനം ഉണ്ടായെന്ന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്ന് ശർമിഷ്ഠ മുഖർജി 24-നോട് പറഞ്ഞു. Treatment was meted to a former Congress president and also a former prime minister. So in that context, I tweeted that Congress did not even hold any kind of CWC condolence meeting. They did not pass any formal condolence message. So usually that is that, and that is the time I was told that it is not done for the president. In that context, I tweeted that the CWC did not hold a condolence meeting for Pranab Mukherjee and did not pass any condolence message. During KR Narayanan, when he passed away, the former president, when he passed away, there was a condolence meeting held by CWC and the condolence message was drafted by my father only. So I was very hurt to hear that. ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഏത് സാഹചര്യത്തിലാണ് ശർമിഷ്ഠ മുഖർജി ഇത്തരമൊരു ട്വീറ്റുമായി രംഗത്ത് വന്നതും ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായതും? ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യയാത്രയെ തുടർന്നുണ്ടായ വിവാദത്തിന് പിന്നാലെയാണ് മുൻകാലങ്ങളിൽ, അതായത് 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാർ വേണ്ട വിധത്തിൽ ആദരവ് നൽകിയില്ല എന്ന വിമർശനം കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ BJP ഈ വിമർശനത്തിന് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞത് നരസിംഹറാവുവിനും അല്ലെങ്കിൽ ഡോക്ടർ പ്രണബ് മുഖർജിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആദരവ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നൽകിയിരുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ശർമിഷ്ഠ മുഖർജിയുമായി നമ്മൾ സംസാരിച്ചു. ശർമിഷ്ഠ മുഖർജി വിശദമായി തന്നെ സംസാരിച്ചു. എന്തായാലും ആ ഒരു വേദന തനിക്ക് ഇപ്പോഴുമുണ്ട്. കാരണം പ്രണബ് മുഖർജിയുടെ മരണത്തിന് ശേഷം, വിയോഗത്തിന് ശേഷം കോൺഗ്രസ് ഒരു CWC കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വിളിക്കുകയോ അല്ലെങ്കിൽ അനുശോചന യോഗം ചേരുകയോ ചെയ്തിരുന്നില്ല. അതിൽ തനിക്ക് ഏറെ വേദനയുണ്ടെന്നാണ് ശർമിഷ്ഠ മുഖർജി വ്യക്തമാക്കിയിരിക്കുന്നത്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് താനൊരു മുതിർന്ന കോൺഗ്രസ് നേതാവിനോട് സംസാരിച്ചു. എന്നാൽ രാഷ്ട്രപതിമാർ അന്തരിച്ചാൽ അത്തരമൊരു പതിവ് CWC ചേർന്നുകൊണ്ട് അനുശോചന സന്ദേശം നൽകുന്ന ഒരു പതിവില്ല എന്ന മറുപടിയാണ് നൽകിയത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം താൻ തന്റെ പിതാവിന്റെ ഡയറി കുറിപ്പിൽ KR നാരായണന്റെ നിയോഗത്തെ തുടർന്ന് ഇത്തരമൊരു CWC യോഗം ചേരുകയും അനുശോചന സന്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്ന വിവരം തനിക്ക് ലഭിച്ചു എന്നാണ് ആ ഡയറി കുറിപ്പിലൂടെ തനിക്ക് ലഭിച്ചു എന്നാണ് ശർമിഷ്ഠ മുഖർജി വ്യക്തമാക്കിയത്. എന്തായാലും അതിനുള്ള വേദന തന്റെ ഇപ്പോഴും തന്റെ ഉള്ളിലുണ്ട്. അതാണ് താൻ ട്വീറ്റിലൂടെ പ്രകടിപ്പിച്ചെന്ന ഒരു മറുപടിയാണ് എന്തായാലും ശർമിഷ്ഠ മുഖർജി നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇത്തരം ഒരു വിവേചനം കാണിച്ചു എന്നത് നേതൃത്വമാണ് മറുപടി പറയേണ്ടതെന്നും ശർമിഷ്ഠ മുഖർജി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ആദരവ് നൽകണമെന്നും ശർമിഷ്ഠ മുഖർജി വ്യക്തമാക്കുന്നുണ്ട്. കാരണം രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയാണ്, മാത്രമല്ല ലോകം അംഗീകരിച്ച ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. ആ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ആദരവ് എന്തായാലും മൻമോഹൻ സിംഗ് നൽകേണ്ടതുണ്ട്. അപ്പോഴും ഇത്തരം ചില വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് വിവേചനം കാണിച്ചു എന്നുള്ള മറുപടി എന്തായാലും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്നൊരു ആവശ്യമാണ് ശർമിഷ്ഠ മുഖർജി വ്യക്തമാക്കുന്നത്. നമുക്കറിയാം BJP എല്ലാം തന്നെ വലിയ വിമർശനം കോൺഗ്രസ് മുൻകാലങ്ങളിൽ അത്തരത്തിൽ നേതാക്കൾക്ക് നൽകിയില്ല എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും നരസിംഹറാവു, പ്രണബ് മുഖർജി അടക്കമുള്ള നേതാക്കൾക്ക് ബഹുമാനമോ അല്ലെങ്കിൽ ആദരവോ കോൺഗ്രസ് നൽകിയില്ല എന്ന വിമർശനം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് ശർമിഷ്ഠ മുഖർജിയും കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് ഇത്തരം ഒരു പ്രതികരണം നൽകിയിരിക്കുന്നത്. SKN നിതിൻ അംബുജനാണ് വളരെ ഗൗരവമുള്ള ഒരു വിഷയവുമായി നമ്മോടൊപ്പം സംസാരിച്ചത്. പ്രത്യേകിച്ച് പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജിയാണ് ഇത്തരം കടുത്ത ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്.